ഡൽഹി ബോംബ് സ്ഫോടനത്തിന് ശേഷം അയൽ രാജ്യങ്ങൾ പ്രക്ഷുബ്ധമാവുന്നു എന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. ബംഗ്ലാദേശിൽ ഒരു ചെയിൻ ഓഫ് ബ്ലാസ്റ്റ്, അതായത് സ്ഫോടന പരമ്പര തന്നെ അവിടെ നടന്നു എന്ന് വാർത്തകൾ രാവിലെ പുറത്തു വന്നിരുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് കൊടുത്തതാണ്. ഇപ്പോഴിതാ പാകിസ്ഥാൻ വിറയ്ക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇസ്ലാമാബാദ് കോടതിക്ക് സമീപം ഒരു ചാവേർ ആക്രമണം നടന്നിരിക്കുന്നു. അത് ഇസ്ലാമാബാദിൽ. സാധാരണ നമ്മൾ ആക്രമണം എവിടെയാണ് കേൾക്കുന്നത്? ഖൈബർ പഖ്തൂൺ മേഖല, ബലൂചിസ്ഥാൻ മേഖല, സിന്ധ് മേഖലയിലാണ് കേൾക്കുന്നത്. അതായത് പാകിസ്ഥാൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള ഇസ്ലാമാബാദിൽ ഇപ്പോൾ ഒരു ചാവേർ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 12-ലധികം പേർക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്ലാമാബാദ് ജുഡീഷ്യൽ സമുച്ചയത്തിന് സമീപമാണ് ഈ ഉഗ്രമായിട്ടുള്ള സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്ന റിപ്പോർട്ട് ലഭിക്കുന്നു. 5 പേർ കൊല്ലപ്പെട്ടു, 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടാണ്. എന്തായാലും 20 മുതൽ 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് സ്ഫോടനമുണ്ടായതെന്ന് സംശയിക്കുന്നതായിട്ട് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ പറയുന്നു. തിരക്കേറിയ പ്രവൃത്തി സമയങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 ഉണ്ടായ സ്ഫോടനത്തിൽ കോടതി പരിസരത്തുണ്ടായ അഭിഭാഷകരിൽ ഒരുപാട് പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സ്ഫോടനത്തിൻ്റെ ശബ്ദം 6 കിലോമീറ്റർ അകലെ വരെ കേട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഉഗ്രമായിട്ടുള്ളൊരു സ്ഫോടനമാണ് അവിടെ നടന്നത് എന്നുള്ളത്. സ്ഫോടനത്തിൽ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും അഭിഭാഷകരും കോടതിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുമാണ്. ഇത് ചാവേർ ആക്രമണമാണെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. തെക്കൻ വസീറിസ്ഥാനിലെ വാനയിലെ കാഡറ്റ് കോളേജിൽ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം പാകിസ്ഥാൻ സുരക്ഷാ സേന പരാജയപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സ്ഫോടനം നടന്നതെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം ഹ്യുണ്ടായി i20 എന്ന കാർ പൊട്ടിത്തെറിച്ച് 10 പേർ കൊല്ലപ്പെട്ടതിന് ഒരു ദിവസം ശേഷമാണ് ഈ സംഭവം എന്നുള്ളത് വളരെ പ്രധാനമാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗവ്ത് ഉൽ ഹിന്ദ് എന്നിവ ഉൾപ്പെടുന്ന ഒരു ഭീകര സംഘടനയെ പിടികൂടുകയും 2900 കിലോഗ്രാം IED നിർമ്മാണ വസ്തുക്കൾ പോലീസ് പിടികൂടുകയും ചെയ്ത ദിവസമാണ് ഈ സ്ഫോടനം നടന്നതെന്നുള്ളത് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.